കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. അപ്പം നമ്മൾ ഇന്ന് അഷ്ടമോധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ അതിന് മുമ്പേ ഇതുവരെ നമ്മൾ കണ്ട അത് ഒന്ന് ചുരുക്കി പറയാൻ നോക്കാം, ആ ഒരു കണ്ടിന്യൂവേഷൻ ശരിയാവാനായിട്ട് കേട്ടോ. അപ്പോൾ സുമേധസ് മഹർഷി സുരഥൻ എന്നുള്ള രാജാവിനും സമാധി പറഞ്ഞ വൈശ്യനും ഈ മഹാത്മ കഥ പറയുകയാണല്ലോ, അത് തുടരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മധുകൈടഭ വധം കണ്ടു. ഭാവം സ്വീകരിച്ച് മധുകൈടഭന്മാരെ വധിച്ചത്. അത് ആക്ച്വലി മധുകൈടഭന്മാരെ വധിച്ചത് വിഷ്ണു ആണെന്ന് പറഞ്ഞുല്ലോ, പക്ഷെ ഉണർത്തുമൊക്കെ ചെയ്തുല്ലോ ദേവി നിദ്രാസ്വരൂപിണിയായിട്ട്. അപ്പോൾ ഭാവം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഹിഷാസുരനെ വധവും നമ്മൾ കണ്ടുല്ലോ അല്ലേ, മഹാലക്ഷ്മി ആയിട്ട്. അതായത് രജോ ഗുണം സ്വീകരിച്ച് മഹാലക്ഷ്മിയുടെ രൂപത്തിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞുല്ലോ 18 കൈയുള്ള മഹാലക്ഷ്മി എന്നൊക്കെ. അങ്ങനെ അതും കണ്ടു നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സുംഭനിസുരന്മാരുടെ വധത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ. അതിനും കുറേ കഴിഞ്ഞു. അപ്പോൾ അതായത് എന്താണ് നമ്മൾ കണ്ടത് വെച്ചാൽ, ദേവന്മാർ സ്തുതിച്ചപ്പോൾ, അതായത് സുംഭന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ ഭഗവതിയെ സ്തുതിച്ചപ്പോൾ ആ ശ്രീപാർവതിയുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ദേവി രൂപമെടുത്തു അല്ലേ. എന്നിട്ട് പൊന്നൂഞ്ഞാലിൽ ഹിമാലയത്തിൽ പോയി വസിക്കാൻ തുടങ്ങി. ആ അതിമനോഹരിയായിട്ടുള്ളൊരു ദേവിയായിട്ട്, സ്ത്രീ രൂപമാണ് കേട്ടോ, അതിമനോഹരിയായിട്ട് ദേവിയായിട്ടാണ് ശ്രീപാർവതിയുടെ മേലിന്ന് ഒരു രൂപം ഉണ്ടായത്. എന്നിട്ട് പൊന്നൂഞ്ഞാലിൽ ഹിമാലയത്തിൽ വളരെ ആടികൊണ്ട് വളരെ ഭംഗിയോട് കൂടി ഇരിക്കണ ആ ദേവിയെ ആര് കണ്ടു? സുംഭന്മാരുടെ ഭൃത്യന്മാരായിട്ടുള്ള ചണ്ടാമുണ്ടന്മാർ യഥൃച്ഛയാ കണ്ടു. അപ്പോൾ ഈ എന്താണ് ദേവിയുടെ അസാമാന്യ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് അത്ഭുതപ്പെട്ടിട്ട് അവർ വേഗം അവരുടെ നാഥന്മാരായിട്ടുള്ള സുംഭനെയും നിസുംഭനെയും പോയി വിവരമൊക്കെ അറിയിച്ചു. അപ്പോഴേക്കും സുംഭൻ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര കാമപരവശനായിട്ട് ആദ്യം ഒരു ദൂതനെ അയച്ചു അല്ലേ, സുഗ്രീവനെ അയച്ചു. എന്നിട്ട് അപ്പോൾ ദേവി പറഞ്ഞു, എന്നെ ജയിക്കുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പോൾ സുംഭൻ പിന്നെ ധൂമ്രലോചനെ അയച്ചു. ആ ധൂമ്രലോചനെ വെറും ഒരു ഹുങ്കാരം കൊണ്ട് ദേവി കാലപുരിക്ക് അയച്ചു. പിന്നെ അപ്പം ആ പടയൊക്കെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ചു, ധൂമ്രലോചൻ്റെ കൂടെ പോയിട്ടുള്ള പടയൊക്കെ. അത് കഴിഞ്ഞിട്ട് സുംഭൻ ചണ്ടാമുണ്ടന്മാർ കുറച്ചും കൂടിയൊക്കെ ശക്തിയുള്ളവരാണ്, ചണ്ടാമുണ്ടന്മാരെ അയച്ചു. വലിയ സേനയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ദേവിയിൽ നിന്നു തന്നെ, ആ ചണ്ഡികാദേവിയിൽ നിന്നും ചണ്ഡികാദേവിയിൽ നിന്ന് തന്നെ പിന്നെ വേറൊരു രൂപം വന്നു. അതാണ് ഭദ്രകാളിയായിട്ട് വന്നു. എന്നിട്ട് ഈ ചണ്ടാമുണ്ടന്മാരെ വധിച്ചു. അതാണപ്പം നമ്മൾ കണ്ടത് അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെ എന്താണെന്നാണ് ചണ്ടാമുണ്ടന്മാരെ വധിച്ച വിവരം അറിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് സുംഭനിസുംഭന്മാർ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് അപ്പോൾ ആദ്യത്തെ 2 ശ്ലോകം വായിക്കാം. അഷ്ടമാധ്യായം. ഋഷിരുവാച ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷപിതേഷ്വസുരേശ്വര തതഃ കോപപരാധീനചേതാഃ സുംഭ പ്രതാപവൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാം ആദിദേശ. എന്താണ് സുമേധസ് മഹർഷി കഥ തുടരുകയാണ്. എന്താണ്? ദൈത്യേ ചണ്ഡേ ച നിഹതേ. ചണ്ഡൻ വധിക്കപ്പെട്ടപ്പോൾ പിന്നെയോ മുണ്ടേച വിനിപാതിതേ, ചണ്ഡനും ഭഗവതിയാൽ വധിക്കപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? ബഹുലേഷു സൈന്യേഷു ചക്ഷപിതേഷു. അതായത് ചണ്ടാമുണ്ടന്മാരും
അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുലേഷു സൈന്യേഷു വലിയൊരു പടയം കൊണ്ടാണ് പോയിരുന്ന ചണ്ടാമുണ്ടന്മാർ ദേവിയുടെ എതിർക്കാനേ. ചണ്ടാമുണ്ടന്മാരെ എതിർത്തു കൊന്നു എന്ന് മാത്രമല്ല, ആ സൈന്യത്തെ നമ്മൾ കണ്ടില്ലേ പലതരത്തിൽ ആക്രമിച്ച് ദേവി കൊന്നു അല്ലേ, വായോണ്ട് തിന്നിട്ടും കൈകൊണ്ട് അടിച്ചിട്ടും ഒക്കെ പറഞ്ഞല്ലോ നമ്മളെ. അങ്ങനെ കൊന്നു എന്ന് മാത്രമല്ല, കുറച്ച് പേര് ചാവാണ്ടുള്ളവർ പേടിച്ച് ഓടും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞൂല്ലോ. അത് മുഴുവനും അതായത് ചണ്ടാമുണ്ടന്മാരും കൂടെ അയച്ച വളരെ വലിയ സൈന്യം മുഴുവനും നശിച്ചപ്പോൾ തതഃ കോപപരാധീനചേതാഃ അസുരേശ്വരഃ ശുംഭ. അപ്പോൾ കോപം കൊണ്ട് പരാധീനായി പറഞ്ഞാൽ എന്താ, കോപപരവശനായിട്ടുള്ള മനസ്സോടുകൂടിയ ആ അസുരേശ്വരനായിട്ടുള്ള ശുംഭൻ വല്ലാത്ത ദേഷ്യം വന്നു. അപ്പോൾ കാരണം അവനവൻ്റെ അഹങ്കാരത്തിനൊരു കൊട്ടായില്ലോ, അത് കാരണം സഹിക്കാൻ വയ്യാത്ത കോപപരവശനായി. കോപപരാധീന ചേതാഹ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആയിട്ട് എന്ത് ചെയ്തു, അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്ത ശുംഭൻ, ദൈത്യാനാം സർവസൈന്യാനാം ഉദ്യോഗം ആദിദേശാഹ. അതായത് അസുര സൈന്യത്തിനെ മുഴുവനെ, അതായത് എത്ര അസുരന്മാരുടെ സൈന്യമുണ്ടോ അവരെ മുഴുവനെ ദേവിയോട് യുദ്ധം ചെയ്യാൻ റെഡിയാക്കാൻ ആജ്ഞാപിച്ചു. അതായത് ഈ സേനാധിപന്മാരോട് ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എത്ര സൈന്യമുണ്ടോ ആ സൈന്യങ്ങളെ മുഴുവൻ ഈ ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് നീ റെഡിയാക്കി നിർത്തിക്കൊള്ളൂ എന്ന് സൈന്യാധിപന്മാരോട് പറഞ്ഞു. അതും സാധാരണ ഒരാളെന്നല്ല കേട്ടോ ശുംഭൻ. എങ്ങനത്തെ ആളാ, പ്രതാപവാൻ ശുംഭ, വലിയ പ്രതാപശാലിയാണ്. കാരണം സാധാരണക്കാർക്കൊന്നും ശുംഭനോട് എതിർക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പ്രതാപശാലിയാണ്. സാധാരണ ഒരാളൊക്കെ എതിർക്കാൻ ശക്തി ഉണ്ടാവില്ല, കാരണം എതിർത്താൽ മരണം നിശ്ചയമാണ്. അത്ര പ്രതാപശാലിയാണ്. അങ്ങനെയുള്ള ഈ ശുംഭൻ ചണ്ടാമുണ്ടന്മാരുടെ കൂടെ അയച്ച സൈന്യവും നിശേഷം നശിച്ചതായി കണ്ടപ്പോൾ അതികോപാന്ധനായിട്ട് തൻ്റെ സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് അസുരസേനയെ മുഴുവൻ ദേവിക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ റെഡിയാക്കിക്കോളൂ എന്ന ആജ്ഞ നൽകിയെന്ന്. അതാണ് കേട്ടോ. ഇനി ഋഷുവാച ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷപിതേഷ്വസുരേശ്വര തതക്കോപപരാധീനചേതാഃ ശുംഭപ്രതാപവൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാദിദേശഃ. അദ്യ മൂന്നാമത്തെ അദ്യ സർവബലൈർദൈത്യാഃ ഷഡശീതിരുദായുധാഃ കമ്പൂനം ചതുരശീതിർ നിര്യാന്തു സ്വബലൈർവൃതാ. ഓരോ സൈന്യങ്ങളുടെ കൂട്ടത്തിനെ അയക്കാനുള്ള പറയലൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വായിക്കേ വേണ്ടു. ശുംഭൻ എന്താ പറഞ്ഞ, അദ്യ സർവബലൈഹി വൃതാഃ ഉദായുധാഃ ഷഡശീതി ദൈത്യാഃ നിര്യാന്തു. ഇന്നിപ്പോൾ അദ്യ ഇപ്പം തന്നെ എല്ലാ സേനയും ഒന്നിച്ച് ചേർത്ത് വൃതഹ എന്ന് പറഞ്ഞുല്ലോ, വൃതാഹ എന്ന്. എന്നിട്ട് എല്ലാവരും ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളും എടുത്ത് ഉദായുധാഹ 86 ഈ ദിതിയുടെ കുലത്തിൽ ജനിച്ച 86 സൈന്യ സംഘത്തിനെ ഇപ്പം തന്നെ അയക്കാൻ പറഞ്ഞു. അതാണ് ഷഡശീതി അല്ലേ. ശീതി 80 ഷഡശീതി 86 സൈന്യക്കൂട്ടുണ്ട്. അതായത് ദിതിയുടെ മക്കൾ തന്നെ, ദിതിയുടെ കുലത്തിൽ ജനിച്ചവരെ, മക്കളെന്നില്ല മക്കളൊക്കെ ആവും, ദിതിയുടെ പരമ്പരയിലുള്ള എല്ലാ അസുരന്മാരും അത് 86 ഗ്രൂപ്പ് ഉണ്ടെന്ന്. ദിതിയുടെ കുലജാതര് തന്നെ, ദിതിയുടെ വംശത്തിൽ ജനിച്ച അസുരന്മാരെന്നെ 86 സെറ്റുണ്ട്. അവരൊക്കെ ഓരോ സെറ്റിലും അനവധി അസുരന്മാരുണ്ട് കേട്ടോ. അവർ മുഴുവൻ ഇപ്പം തന്നെ യുദ്ധത്തിന് പുറപ്പെടട്ടെ അദ്യ പറഞ്ഞു, ഇപ്പം തന്നെയെന്ന്. സ്വബലൈഹി വൃതാഹ കമ്പൂനാം ചതുരശീതി നിര്യാന്തു. പുറമേ ഈ ദിതിയുടെ കുലത്തിൽ ജനിച്ച 86 സംഘത്തിൻ്റെ കൂടെ ഈ കമ്പു പറഞ്ഞിട്ടൊരു അസുര സ്ത്രീ ഉണ്ട്. കമ്പുവിൻ്റെ മക്കളെ
84 ഗ്രൂപ്പ് ഉണ്ട്, 84 സൈന്യങ്ങളുണ്ട് കമ്പുവിൻ്റെ പുത്രന്മാർ. അവരും ഈ 86 ദിതി വംശത്തിൽ ജനിച്ച അസുരന്മാരുടെ കൂടെ 84 ഗ്രൂപ്പുള്ള കമ്പുവിൻ്റെ പുത്രന്മാർ അസുരന്മാരും ഇപ്പം തന്നെ പോട്ടെ. കമ്പു എന്ന് പറഞ്ഞാൽ ദിതിയെ പോലെ തന്നെ വേറൊരു അസുരം സ്ത്രീയാണ് കേട്ടോ. ദിതിയുടെ മക്കളെ നമ്മൾ ദൈത്യന്മാരെന്ന് പറയൂല. പിന്നെ ധനു ഉണ്ട്, ധനുജന്മാർ, കുറേ അസുര സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ കമ്പു എന്ന് പറഞ്ഞ അസുര സ്ത്രീയുടെ പരമ്പരയിലുള്ളവരൊക്കെ അവരൊരു 84 ഗ്രൂപ്പുണ്ട്, മറ്റൊരു 86. അവരൊക്കെ പോട്ടെ പറഞ്ഞു. അദ്യ സർവ ബലൈർവൃത്യ ദൈത്യാഹ ഷഡശീതിരുദായുധാഹ കമ്പൂനം ചതുരശീതിർനിര്യന്തു സ്വബലൈർവൃതാഹ. ഞാൻ 1-2 വ്യാഖ്യാനത്തിൽ ഇതിൽ 86 കോടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതിൽ വാക്കിൻ്റെ അർത്ഥം നോക്കുമ്പോൾ 86 അസുരന്മാരെന്നോ അല്ലെങ്കിൽ 86 ഗ്രൂപ്പ് ഓഫ് അസുരന്മാരെന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വേറെ 1-2 എണ്ണത്തിൽ വായിച്ചു 86 കോടി ദിതിയുടെ കുടുംബത്തിലുള്ളവരെ, കമ്പുവിൻ്റെ കുടുംബത്തിലുള്ള 84 കോടിന്ന്. എനിവേ അതൊന്നും അത്ര ഇതില്ല, അവിടെയുള്ള എല്ലാ അസുരന്മാരെയും അയക്കുകയാണ്. ഇനി വേറെയും അസുര സ്ത്രീകളുടെ മക്കളുടെ കാര്യം പറയുന്നുണ്ട് അയക്കണം എന്ന്. കോട്ടവീയാനി 50 സുരാണാം കുലാനി വൈ 100 കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാ. കോട്ടവീയാനി അസുരാണാം കുലാനി 50 വൈ. അതായത് കോട്ടവി എന്ന് പറഞ്ഞിട്ട് അസുര സ്ത്രീ ഉണ്ട്, അവളുടെ മക്കളെ 50 ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ 50 കോടി എന്ന് പറയുന്നുണ്ട്, എന്താ ചാവാം, 50 ഗ്രൂപ്പായിട്ടുള്ള ഓരോന്നിലും അനവധി ആൾക്കാരുള്ള 50 ഗ്രൂപ്പുള്ള ഒരു അസുരന്മാരുടെ സംഘമുണ്ട്. ആ സംഘം ഈ കോട്ടവി എന്ന് പറഞ്ഞ അസുരസ്ത്രീയുടെ മക്കളാണ്, അല്ലെങ്കിൽ ആ പരമ്പരയാണ്. അപ്പോൾ കോട്ടവി എന്നുള്ള അസുരസ്ത്രീയുടെ പരമ്പരയിലുള്ള 50 ഗ്രൂപ്പ് ആൾക്കാരെ, അല്ലെങ്കിൽ 50 കോടി ആൾക്കാരെയും അസുരന്മാരെയും, പിന്നെ ധൂമ്രാണാം കുലാനി 100, ധൂമ്ര എന്ന അസുരസ്ത്രീയുടെ വംശത്തിലെ 100 ഗ്രൂപ്പ് അസുരന്മാർ, അല്ലെങ്കിൽ 100 കോടി അസുരന്മാർ മമ ആജ്ഞയാ നിർഗച്ഛന്തു, എൻ്റെ ആജ്ഞയനുസരിച്ച് ഇപ്പം തന്നെ ഈ പോരിന് പുറപ്പെടട്ടെ പറഞ്ഞു. ആദ്യം ഇതിലിപ്പോൾ വേറെ 2 സ്ത്രീകളുടെ, കോട്ടവി എന്ന് പറഞ്ഞ അസുരസ്ത്രീയുടെയും ധൂമ്രൻ്റെയും പരമ്പരയിലുള്ള എല്ലാ അസുരന്മാരും പോട്ടെ എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക്. കോട്ടവീയാനി 50 സുരാണാം കുലാനി വൈ 100 കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാ. എല്ലാ അസുരന്മാരെയും പോകണമെന്നാണ്. കാലകാദൗർഹൃതാ മൗര്യാഹ കാലകേയാസ്തഥാ പരേ യുദ്ധായ സജ്ജ നിര്യാന്തു ആജ്ഞയാ ത്വരിതാ മമ. അതേപോലെ തന്നെ കാലക എന്ന് പറഞ്ഞൊരു അസുരസ്ത്രീയുടെ, കാല എന്ന് പറഞ്ഞ അസുരസ്ത്രീയുടെ, പിന്നെ ദുർഹൃദ ചീത്തഹൃദയം, ദുർഹൃദ പറഞ്ഞൊരു അസുരസ്ത്രീയുടെ, മുര എന്ന് പറഞ്ഞൊരു അസുരസ്ത്രീയുടെ, ഇവരുടെയൊക്കെ മക്കളൊക്കെ എൻ്റെ കൽപ്പന അനുസരിച്ച് ഇപ്പം തന്നെ ദേവിയോട് യുദ്ധത്തിന് പുറപ്പെടട്ടെ. അതൊക്കെ ഉള്ളൂ കേട്ടോ. കാലകാദൗർഹൃതാ മൗര്യാഹ കാലകേയാസ്തഥാ പരേ യുദ്ധായ സജ്ജ നിര്യാന്തു, യുദ്ധത്തിന് ഒരുങ്ങിയിട്ട് പോവാൻ, നിര്യാന്തു ആജ്ഞയാ ത്വരിതാ മമ, വേഗം ഇപ്പം തന്നെ പോകണമെന്ന്. ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസന നിർജഗാമ മഹാസൈന്യൈ സഹസ്രൈർബഹുഭിർവൃത. ഇതി ആജ്ഞാപ്യ, ഇങ്ങനെ ആജ്ഞാപിച്ചതിന് ശേഷം അസുരപതി ശുംഭ, ഈ അസുരാധിപതനായിട്ടുള്ള ശുംഭൻ, ബഹുഭി മഹാസൈന്യസഹസ്രൈ വൃത, അനവധി സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് പുറപ്പെട്ടു. നിർജഗാമ ചാൽ പുറപ്പെട്ടു. ഭൈരവശാസന, എങ്ങനത്തെ ശുംഭനാ? ശുംഭൻ്റെ വിശേഷണം എന്താ? ഭൈരവശാസന. അതായത് ഒരാൾക്കും ശുംഭൻ്റെ ശാസനം ലംഘിക്കാൻ പറ്റില്ല. അപ്പോൾ പൊക്കോള് പറഞ്ഞ് അവരെല്ലാവരും ആ ശാസന തലകുനിച്ച് അനുസരിക്കും. ആർക്കും ധൈര്യമില്ലേ, ഭൈരവശാസനാണ്. വേണ്ടാന്ന് പറയാൻ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. പറഞ്ഞാൽ അയാളുടെ തല പോവും. അതുകൊണ്ടാണ് അലംഘ്യശാസനാണ് ശുംഭനെ. അപ്പോൾ ആരും ആജ്ഞ ശാസന അല്ലെങ്കിൽ ആജ്ഞ ആരും കേൾക്കാണ്ടിരിക്കില്ല. അതാണ്, അങ്ങനത്തെ ആളാണ്. അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു.
എല്ലാവരും ചുറ്റപ്പെട്ട് ശുംഭൻ പുറപ്പെട്ടു എന്ന് പറയാം. ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസന നിർജഗാമ പുറപ്പെട്ടു. മഹാസൈന്യ സഹസ്രൈർബഹുഭിർവൃത. ഇങ്ങനെ ഇപ്പം പറഞ്ഞ എല്ലാ സൈന്യങ്ങളാലും ചുറ്റപ്പെട്ടുകൊണ്ട് പുറപ്പെട്ടു. പിന്നെയോ ഇനിയാണ് അത്ഭുതമാണ്. എന്താ പറയുക, പല ദുർനിമിത്തങ്ങൾ കണ്ടാൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ്. ഉത്പാതാ ബഹവസ്തത്ര പ്രാദുരാസൻ സഹസ്രശഃ യുഗാന്തമേഘാ വവൃഷുരസ്ഥി ശോണിതകർദമം. തത്ര അപ്പോൾ ബഹവഃ സഹസ്രശഃ ഉത്പാതാഃ പ്രാദുരാസൻ. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോരിന് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് ദുർനിമിത്തങ്ങൾ ഉണ്ടായി. ബാഡ് ഓമൻസ്, ശകുനം. ഇങ്ങനെ ഇത്രനവധി സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ശുംഭൻ ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ഒരുപാട് ആയിരക്കണക്കിൽ, അന്ന് സഹസ്രശ പറഞ്ഞല്ലോ, ആയിരക്കണക്കിൽ ബാഡ് ഓമൻസ് അല്ലെങ്കിൽ ദുശകുനങ്ങളെന്നോ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി. യുഗാന്തമേഘാഹ അസ്ഥി ശോണിതകർദമം വവൃഷു. സാധാരണ പ്രളയകാലത്ത്, അതായത് പ്രളയകാലത്ത് പിന്നെ മഴ ഭയങ്കര മഴയാണെന്നാണ് പറയുക. അപ്പോൾ ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിൽ, അതാണ് യുഗാന്തമേഘാഹ എന്ന് പറഞ്ഞത്. പിന്നെ അതായത് ഇത് യുഗം കഴിയുന്നുള്ള പോലെയാണ്. ആ മേഘത്തുനിന്ന് വർഷിച്ച മഴയല്ല, വെള്ളമല്ല, ചോരയും എല്ലും ഒക്കെ മഴയായിട്ട് പെയ്തു എന്ന്. അതാണ് ദുശകുനം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദുർനിമിത്തം എന്ന് പറഞ്ഞത്. ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിൽ പ്രളയം വരണതിന് മുമ്പ് എങ്ങനെയാണ് പെരുമഴ, അതുപോലെ അത് കുറച്ച് ആ സമയത്ത് ചോരയൊക്കെ ആൾക്കാർ ചാവുകയൊക്കെ ചെയ്തിട്ട് ചോര ഇങ്ങനെ ഒഴുകുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയെന്നോ അല്ലെങ്കിൽ അത്ര തന്നെ ഭീകരമായിട്ടെന്നോ പറയാം. ഈ ശുംഭൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ കറുത്തിരുണ്ട കാർമേഘം കൊണ്ട് അങ്ങട് ആകാശം മൂടിയെന്ന് മാത്രമല്ല, വെള്ളത്തോടൊപ്പം എന്തൊക്കെയാണ് പെയ്തത്, എല്ലും ചോരയും ഒക്കെ പെയ്തു. അത് വളരെയധികം ദുർനിമിത്താണല്ലോ. ഉത്പാതാ ബഹവസ്തത്ര പ്രാദുരാസൻ സഹസ്രശഃ യുഗാന്തമേഘാ ബവഷുരസ്ഥി ശോണിതകർദമം. ഈ 2 ശ്ലോകം എല്ലാ വേർഷനിലും ഇല്ല കേട്ടോ, ഇതിലുണ്ട്. ഈ ദുർനിമിത്തങ്ങൾ കാണുന്നതും അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ശുംഭൻ പോണതും ചില വേർഷനിലില്ല. ക്രവ്യാദാവ്യനദൻ ഘോരാ ശിവാശ്ചാപിവവാശിരേ താനുത്പാതാനനാദൃത്യ പ്രയയൗ സഹിമാചലം. ഘോരാഹ ക്രവ്യാദാഹ വ്യനദൻ. അതായത് ഈ ഘോര മൃഗങ്ങൾ, അതായത് ഈ മാംസഭുക്കുകളായിട്ടുള്ള ക്രൂര മൃഗങ്ങളൊക്കെ അലർണ ശബ്ദം കേട്ടു. അതും ദുർനിമിത്തം. ശിവാഹ അപി വവാശിരെ, കുറുക്കന്മാരെ ഓരിയിട്ടു. ഇവിടെ അതും അർത്ഥം കേട്ടോ, ശിവാഹ അപി വവാശിരെ എന്ന് പറയുമ്പോൾ കുറുക്കൻ എന്നർത്ഥമുണ്ട് ശിവാഹ എന്നുള്ളതിന്. താൻ ഉത്പാദാൻ അനാദൃത്യ ച സഹ ഹിമാചലം പ്രയോ. ഈ ദുർനിമിത്തങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു, വകവയ്ക്കാതെ. ഈ ഇങ്ങനെ ചോരമഴ പെയ്യലും എല്ലുമഴ പെയ്യലും പിന്നെ അങ്ങനെ ക്രൂരമൃഗങ്ങളുടെ ഗർജനവും കുറുക്കൻ്റെ ഓരിയിടലും ഒക്കെ കേട്ടു. എല്ലാം ദുർനിമിത്താന്ന് അറിയുകയും ചെയ്യാം ശുംഭനെ. പക്ഷേ ആ ദുർനിമിത്തങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഗൗനിക്കാതെ നേരെ ദേവിയോട് യുദ്ധം ചെയ്യണമെന്ന് മാത്രമുള്ള വിചാരത്തോടു കൂടി, അല്ലെങ്കിൽ ദേവിയെ തോൽപ്പിച്ചിട്ട് ദേവിയെ എനിക്ക് കിട്ടണം എന്നുള്ള ആ കാമപരവശനാണ് പറഞ്ഞുവല്ലോ, ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ ഇതിനൊക്കെ ഇഗ്നോർ ചെയ്ത് അവഗണിച്ചിട്ട് ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു ദേവിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ക്രവ്യാദാവ്യനദൻ ഘോരാ ശിവാശ്ചാഭിവവാശിരേ താനുത്പാദാൻ അനാദൃത്യ പ്രയൗ സഹിമാചലം. ഹിമാലയത്തിലേക്ക് പോയി. ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തത്സൈന്യമതിഭീഷണം ജ്യാസ്വനൈഃ പൂരയാമാസ ധരണീ ഗഗനാന്തരം.
ചണ്ഡികാദേവി അതിഭീഷണം തത് സൈന്യം ആയാന്തം. ആ ഭീകരം അധികം വലിപ്പമുള്ള ആ അസുര സൈന്യം വരുന്നത് കണ്ടപ്പോൾ ചണ്ഡികാദേവി എന്താ ചെയ്തത്? ജാസ്വനൈഹി പൂരയാമാസ. അതായത് ഭഗവതിയുടെ വില്ലിൻ്റെ ഞാണം അങ്ങോട്ട് വലിച്ചു മുറുക്കിയിട്ട് അതിനൊരു ശബ്ദമുണ്ട്, ഞാണൊലി പറയുമല്ലോ. ആ ഞാണലി കൊണ്ട് എന്ത് ചെയ്തു? ധരണി ഗഗനാന്തരം, ഭൂമിയും ആകാശവും അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനെ അങ്ങോട്ട് പ്രതിധ്വനി ഉണ്ടാക്കി. അതായത് ഇത്ര അധികം അസുരന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ശുംഭൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ട ചണ്ഡികാദേവി എന്താ ചെയ്തത്? അകലെന്ന് കണ്ടപ്പോൾ തന്നെ തൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള എന്താ പറയുക, വില്ലുന്ന് അമ്പ് തൊടുത്ത് ഞാൻ വലിച്ചു. അതിങ്ങനെ വലിക്കുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ, ഞാണ. ആ ഞാണൊലി ചെറിയൊരു ശബ്ദമൊന്നുമല്ല, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ പ്രതിധ്വനിച്ചു. അത്ര വലിയ ശബ്ദം ഉണ്ടാക്കി ഞാണൊലിയുണ്ട് ദേവി, ചണ്ഡികാദേവി. ഇവർ വരുന്ന കണ്ടപ്പോൾ ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തത്സൈന്യമതിഭീഷണം ജ്യാസ്വനൈഹി പൂരയാമാസ ധരണി ഗഗനാന്തരം. ഗഗനം അതായത് ഭൂമിയും ആകാശവും മുഴുവനും പ്രതിധ്വനിച്ചു എന്ന്. 10 തതസിംഹോ മഹാനാദമതീവ കൃതവാൻ നൃപ ഖണ്ഡാസ്വനേന തന്നാദമംബിക സമബൃംഹയത്. ഹേ നൃപ, ഹേ സുരഥ, സുമേധ മഹർഷി പറയണ, ഹേ സുരഥ, തതഃ സിംഹ മഹാനാദം അതീവ കൃതവാൻ. ഹേ രാജാവേ, അതിനുശേഷം ദേവിയുടെ വാഹനായിട്ടുള്ള സിംഹം വളരെ ഉച്ചത്തിൽ ഗർജിച്ചു. സിംഹത്തിൻ്റെ ഗർജനം വളരെ ഉച്ചത്തിൽ. അംബിക തന്നാദം ഖണ്ഡാസ്വനേന സമബൃംഹയ. ദേവി തൻ്റെ നാക്കുമണി കൊണ്ട് സിംഹത്തിൻ്റെ അലർച്ചയെ ഒന്നുകൂടി വലുതാക്കിയെന്ന പോലെ തോന്നി. ഈ മണിയുടെ ശബ്ദം, ഭഗവതിയുടെ മണി ശബ്ദിപ്പിച്ചു, മണി അടിച്ചു ഭഗവതി. അപ്പം ആ മണിയുടെ ശബ്ദം ആക്ച്വലി സിംഹത്തിൻ്റെ ഗർജനത്തിനെ ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്ന പോലെ തോന്നിയെന്ന്. ഇതൊക്കെയാണ് അവർ കണ്ട ഉടനെ ചെയ്തത് കേട്ടോ. തഥാ സിംഹത്തിനും ദേഷ്യം വന്നു. സിംഹത്തിന് ഇപ്പം അറിയാലോ, സിംഹം ദേവിയുടെ വാഹനല്ലേ. തതസിംഹോ മഹാനാദമതീവ കൃതവാൻ നൃപ ഖണ്ഡാസ്വനേന തന്നാദമംബിക സമബൃംഹയത്. അതായത് അതിനെ ഒന്ന് പെരുപ്പിച്ചു സിംഹഗർജനത്തിന്, ദേവിയുടെ മണി കൊണ്ടുള്ള അടി. ധനുർജ്യ സിംഹഖണ്ഡാനം നാദാപൂരിത ദിങ്മുഖൻ നിനാദൈർഭീഷണൈ കാളി ജിഗ്യേ വിസ്താരിതാനനാം. എന്നിട്ട് ഈ വിസ്താരിതാനന കാളി, ഈ ദേവി ചണ്ഡികാദേവി എങ്ങനത്തെ വായ? വിസ്താരം, ആന്ന് വായ തുറന്നും കൊണ്ട്. ധനുർജ സിംഹ കണ്ടാനാം. ഈ ഞാണൊലിയുടെ ശബ്ദത്തിനെയും ആ മണിയടിച്ച ശബ്ദത്തിനെയും സിംഹത്തിൻ്റെ ഇതിനെയൊക്കെ നാദാപൂരിത ദിങ്മുഖാൻ ഭീഷണൈഹി നിനാദേ ജിഗ്യ. ദേവി അങ്ങോട്ട് അലറിയപ്പോൾ ഈ സിംഹത്തിൻ്റെ ഗർജനവും ഞാണൊലിയും ദേവിയുടെ മണിയടിച്ച ശബ്ദമൊക്കെ ഇതിലങ്ങട് അലിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ, ദേവിയുടെ അലർച്ച അതിലും വലുതായിരുന്നു. ഇതിനെയൊക്കെ മറക്കാൻ തക്കോണമുള്ള വലിപ്പമുള്ളതാണ്. ഇതൊന്നും അറിയാണ്ടേവും ദേവിയുടെ അത്ര ഉറക്ക ദേവി അലറി. വലിയ വായ തുറന്നിട്ട് ഈ സിംഹത്തിൻ്റെ ഗർജനവും ഞാണൊലിയും മണിയുടെ മുഴക്കവും ഒക്കെ നിറഞ്ഞു നിൽക്കണ്ട പറഞ്ഞൂല, പ്രതിധ്വനിക്കണ്ട ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞൂല. പക്ഷേ ഈ ഭഗവതി വായ തുറന്നങ്ങടെ അലറിയില്ലേ, ഈ ശബ്ദം മറ്റേ ശബ്ദങ്ങൾ ഇതിലങ്ങട് അലിഞ്ഞു. മീൻസ് ഈ ശബ്ദം പിന്നെ കേൾക്കുള്ളൂ. അത്ര ഉറക്കെയാണ് ദേവി അലറിയത്. അതാണ് ഇതിൽ പറഞ്ഞ. ഒന്നും കൂടി ചെന്ന് നിർത്താട്ടോ. അനുർജാസിംഹഖണ്ഡാനം നാദാപൂരിത ദിങ്മുഖൻ നിനാദൈർഭീഷണൈ കാളി
ജിഗേ വിസ്താരിതാനനാം തം നിനാദമുപശ്രുത്യ ദൈത്യസൈന്യൈശ്ചതുർദിശം ദേവീ സിംഹസ്തഥാ കാളീ സരോഷൈഃ പരിവാരിതാഃ. തം നിനാദം ഉപശ്രുത്യ, ആ ദേവിയുടെ അലർച്ച കേട്ടിട്ട്, ഉപശ്രുത്യപന കേട്ടിട്ട് അടുത്തു വെച്ചനെയാണല്ലോ കേൾക്കണത്, അതാണ് ഉപശ്രുത്യ. സരോഷൈഹി, കോപിഷ്ഠനായ ദൈത്യസൈന്യൈഹി, ഈ സേനയാൽ ദേവി സിംഹ തഥാ കാളി ചതുർദിശം പരിവാരിത. ദേവിയും സിംഹവും ആ എന്താണ് ചണ്ഡികാദേവിയും സിംഹവും, ഭദ്രകാളി അവിടെ തന്നെ മുമ്പുണ്ടല്ലോ, ഭദ്രകാളിയും 4 വശത്തേക്കും ചൂഴപ്പെട്ടു എന്ന്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ദേവിയുടെ അലർച്ച കേട്ടപ്പോൾ ഈ ദൈത്യസേന അങ്ങനെ അവിടെ നിൽക്കണി. ആ ദൈത്യസേന മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ദേവിയുടെ അലർച്ച കേട്ടിട്ടും അവർ വരുന്നുണ്ട്. അപ്പോൾ 4 വശത്തുനിന്നും വരുന്നുണ്ട് ഈ ദൈത്യസേന. എങ്ങനെ? അവർക്ക് ദേഷ്യം വന്നു, ദേവിയുടെ അലർച്ച കേട്ടപ്പോൾ അവർക്കും ദേഷ്യം വന്നു. അപ്പം ഇവർ ഈ ദേവിയും ഭദ്രകാളി ഉണ്ടല്ലോ, ഭദ്രകാളിയും ചണ്ഡികാദേവിയും സിംഹത്തിനൊക്കെ അവർ വളഞ്ഞു എന്ന് ദൈത്യസേന. തം നിനാദമുപശ്രുത്യ ദൈത്യസൈന്യൈശ്ചതുർദിശം, 4 ഭാഗവും ദേവി സിംഹസ്തഥാ കാളി സരോഷൈഃ പരിവാരിത, ചുറ്റും ഇങ്ങോട്ട് വളഞ്ഞു. ദേഷ്യം വന്ന അസുരന്മാരെ, ദേവിയുടെയും സിംഹത്തിൻ്റെയും ഭദ്രകാളിയുടെയും 4 പുറവും എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീദുർഗായൈ നമഃ.